വിജയുടെ നമസ്കാരം. നമസ്കാരം. നമ്മുടെ മലയാള സിനിമയിൽ ഇത് എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഷൈൻ ടോം ചാക്കോയുടെ വിഷയങ്ങളൊക്കെ അറിഞ്ഞല്ലോ, അതല്ല നമ്മുടെ വിഷയം. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വിഷയമല്ല, അതും കൂടെ പറഞ്ഞു പോവാം എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടനെ കുറിച്ചാണ്. ലാലേട്ടന്റെ എമ്പുരാന്റെ കളക്ഷനൊക്കെ അറിഞ്ഞില്ല ചേട്ടാ, 325 കോടിയായി. 30 ദിവസത്തെ കളക്ഷനാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. പക്ഷെ അത് ആകെപ്പാടെ 25-26 ദിവസമേ ആയുള്ളൂ ഓടിയിട്ട്. അപ്പോഴേക്കും 30 ദിവസത്തെ കളക്ഷൻ അവർ പുറത്ത് വിട്ടിരിക്കുകയാണ്. 325 കോടി എന്ന് പറഞ്ഞിട്ട് തള്ളാണെന്ന് പറയുന്നു. എന്തായാലും അതൊക്കെ അവിടെ നിന്നോട്ടെ. പിന്നെ മോഹൻലാലിനെ സംബന്ധിച്ച് വേറൊരു വാർത്ത പുറത്തു വരുന്നത്, ലാലേട്ടൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. ലാലേട്ടനെ തകർക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ സംഘപരിവാർ കേന്ദ്രങ്ങൾ എന്നാണ് ലാലേട്ടൻ ഫാൻസ് പറയുന്നത്. കമ്മികളായിട്ടുള്ള ലാലേട്ടൻ ഫാൻസ്. ലാലേട്ടൻ ദുബായിൽ ഏതോ ഒരു GCC രാജ്യത്ത് വെച്ചോ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുന്നു. പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയോധ്യ രാമക്ഷേത്രത്തിന്റെ പരിപാടിക്ക് പങ്കെടുക്കാൻ എന്തുകൊണ്ട് വന്നില്ല? ഔദ്യോഗികമായിട്ട് ക്ഷണം കിട്ടിയ ചുരുക്കം ചില വ്യക്തികളിൽ, കേരളത്തിൽ നിന്ന് തന്നെ ചുരുക്കം ചില വ്യക്തികൾക്കാണ് കിട്ടിയത്. അതിൽ നിന്ന് ഒരാളായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പോകാതെ അതിന് പോവുകയാണെങ്കിൽ ആ സൈനികന്റെ കുപ്പായം അങ്ങ് ഊരി വയ്ക്കുന്നതല്ലേ ലാലേട്ട നല്ലത് എന്നുള്ള വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ വാർത്തയ്ക്ക് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താ തോന്നുന്നത് ബിജുട്ടാ? അല്ലെ, നമ്മുടെ ഈ ഇന്ത്യയിലെ ഈ കലാരംഗം എപ്പോഴും രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തെയും ഭരണ സംവിധാനത്തെയും സ്വാധീനിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം, അത്തരം കാര്യങ്ങൾ കൂടിക്കൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെടുന്നതും അത് വികസിക്കുന്നതും ഭരണത്തിലേറുന്നതും ഒക്കെ. നമ്മുടെ കേരളത്തിലടക്കം KPSC അടക്കമുള്ളവരുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ DMKയുടെ ഉദയം തന്നെ ഇത്തരത്തിലുള്ള തെരുവ് നാടകങ്ങളും കവിതകളും ഒക്കെ ആയിരുന്നു. കരുണാനിധിയുടെ അത്തരം തീപ്പൊരി ഗാനങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യം തന്നെ ആ ഒരു DMKയുടെ വളർച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഇടതുപക്ഷത്തിന്റെ വളർച്ചയ്ക്കൊക്കെ, ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല, ഇത്തരം സ്ലോഗൻസും കാര്യങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം സിനിമയ്ക്ക് വലിയ സ്വാധീനം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. കാരണം നാടകത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് സിനിമയിലേക്ക് എത്തിയപ്പോൾ സിനിമാ നടന്മാർക്ക് വലിയ സ്വാധീനമുണ്ടായി. നമുക്കറിയാം, രാമായണത്തിൽ അഭിനയിച്ച സീതയെയും ശ്രീരാമനെയും ഒക്കെ BJP പിന്നീട് സ്ഥാനാർത്ഥിയാക്കി മത്സരിച്ച് ജയിപ്പിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. ഒപ്പം തന്നെ കൃഷ്ണ ഭരദ്വാജ് എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ചിട്ടുള്ള നടനെയും ഒക്കെ ആക്കിയിട്ടുണ്ട്. കേരളത്തിലും വ്യത്യസ്തമല്ല. നമ്മുടെ കേരളത്തില് MLA ശ്രീ മുകേഷ് ആയാലും ഗണേഷ് കുമാർ ആയാലും സുരേഷ് ഗോപി ആയാലും ഒക്കെ ഈ സിനിമയുടെ ഒരു കരിസ്മ അതിൽ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ സിനിമ ഒരു രീതിയിൽ തന്നെ ജനങ്ങളെ സ്വാധീനിക്കും എന്നുള്ളത് ഒരു ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു ആദ്യത്തെ ഈ സിനിമ താരങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ PR വർക്കിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് രാഷ്ട്രീയ പാർട്ടികളായിരുന്നു. നമുക്കറിയാം, ദേശീയ തലത്തിന് മുൻപ് ഇന്ദിരാഗാന്ധിയുടെ മറ്റുമൊക്കെ പരിപാടിക്ക് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളാണ്. പിന്നീട് പ്രിയങ്കയും രാഹുലും ഒക്കെ വന്നപ്പോൾ ഗോവിന്ദയെ പോലുള്ള നടന്മാരായിരുന്നു അവരുടെ വേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന നിറസാന്നിധ്യം എന്ന് പറയാം. ഗോവിന്ദ എനിക്ക് ഇഷ്ടമാണ് എന്ന് പോലും പ്രിയങ്ക ഗാന്ധി പറയുന്ന ഒരു സാഹചര്യം വന്നു. ഒരുപാട് ഗോസിപ്പുകളൊക്കെ വന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അത് മറ്റൊരു തരത്തിലേക്കാണ്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ഇതിന്റെ അതിപ്രസരം കൂടും. ആന്ധ്രാപ്രദേശിൽ മോശമൊന്നുമില്ല. എല്ലായിടത്തും ഇതൊക്കെ തന്നെ. അതിനുശേഷം ഈ ബോളിവുഡിലേക്ക് വന്നപ്പോൾ ഈ രാഷ്ട്രീയക്കാർ തന്നെ സിനിമ നിർമ്മാണ മേഖലയിലേക്ക് കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണ കമ്പനിയായിരുന്നു നമ്മുടെ ഉദ്ധവ് താക്കറെയുടെ മകൾ തന്നെ. പ്രധാനപ്പെട്ട ഹിറ്റ് സിനിമകളുടെയൊക്കെ നിർമ്മാതാവ് അവരാണ്. പിന്നീട് ഈ സിനിമാ മേഖല മുഴുവൻ ഒരു മാഫിയ ഹൈജാക്ക് ചെയ്യുകയും അവരെ ഈ തീവ്രവാദ സംഘടനകൾ യൂസ് ചെയ്യുകയും ചെയ്തു. ആ ഒരു കാലഘട്ടം എത്തിയപ്പോഴാണ് നമ്മൾ ഈ ബോളിവുഡിൽ നമ്മൾ നോക്കുമ്പോൾ ധനുഷിന് ഓർമ്മ കാണും, പണ്ട് ഈ സൽമാൻ ഖാന്റെ കയ്യിൽ നിന്നും മറ്റുമൊക്കെ AK-47 പിടിച്ചൊരു കേസ് ഉണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ ഈ എങ്ങനെയാണ് ഈ AK-47 എത്തിയത് എന്നൊരു വലിയ ചോദ്യം വന്നു. അന്ന് ഈ D കമ്പനി, ദാവൂദിന്റെ D കമ്പനി ആയിരുന്നു സിനിമാ മേഖല. അന്നും ഇന്നും കേരളത്തിലടക്കം അവരുടെ ആളുകളാണ് സിനിമ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു വലിയ പ്രചരണം തന്നെ നിലവിലുണ്ട് ഇപ്പോഴും. അത് അധികം വൈകാതെ അതൊക്കെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അങ്ങനെ വന്ന് നമ്മൾ പിടിച്ചിട്ടുണ്ട്. പിന്നീട് മയക്കുമരുന്നിന്റെ ഒരു വലിയ ഒരു രീതി, അതായത് ലോകത്തെമ്പാടും ടെററിസ്റ്റുകളുടെ ഒരു പ്രധാന വരുമാനവും അവരുടെ നശീകരണ ആയുധവും മയക്കുമരുന്നാണ്. അതായത് ഈ മയക്കുമരുന്ന് എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കൂടുതലായി എത്തുന്നത് ഒമാനിൽ നിന്നാണ്. ഒമാനിൽ ഇതൊരു കുടിൽ വ്യവസായം പോലെയാണ്, എല്ലാ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്. ഈ നൈജീരിയയിൽ നിന്ന് വരുന്ന ആളുകളാണെന്നാണ് പറയുന്നത് ഉണ്ടാക്കുന്നത്. ഈ രാസലഹരി ഉണ്ടാക്കി അവിടെ ഏതാണ്ട് 300 രൂപയാണ് ഇതിന്റെ ഒരു ഉൽപാദനത്തിന്റെ ചെലവ് വരുന്നത്. അത് ഏതാണ്ട് നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ 800 തൊട്ട് 1000 രൂപ വരെയൊക്കെ അതിന്റെ ഈ ഗ്രാമിനനുസരിച്ചിട്ട് വില വരുന്നുണ്ട്. വലിയ രീതിയിലും വില വരുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് വലിയ രീതിയിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നു. അപ്പോൾ ഈ ഭീകരവാദികൾ രണ്ട് രീതിയിലാണ് ഈ മയക്കുമരുന്നിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് അവരുടെ വരുമാനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും, മറ്റൊന്ന് ഒരു സമൂഹത്തെ തകർത്ത് കളയാൻ ഇപ്പോൾ ഈ ടെറർ ഗ്രൂപ്പുകളെയോ സ്ലീപ്പർ സെല്ലുകളെയോ പ്രകടനങ്ങളെയോ ഇല്ലെങ്കിൽ തോക്കുകളെയോ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല.
ഇത് കൊടുക്കുക. ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഒരു തലമുറയെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കാൻ കഴിയും. വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റാൻ കഴിയും. അപ്പൊ ഇതാണ് അവർ ചെയ്യുന്നത്. അതിനവർ ഉപയോഗിക്കുന്ന സിനിമയാണ്. നമുക്കറിയാം, ഇന്ന് മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം സിനിമകളും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കുഴലൂതുന്ന സിനിമകളായി പലതും മാറിക്കഴിഞ്ഞിരിക്കുന്നു. പല സിനിമകളും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളെ വെള്ളപൂശിക്കൊണ്ടോ ഇല്ലെങ്കിൽ അതിന് വലിയ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടോ വരുന്ന സിനിമകൾ. ഈ സിനിമകളിലൊക്കെ ഉടനീളം ഹിന്ദു ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വില്ലസ്ഥാനത്ത് നിൽക്കുന്ന സിനിമകളാണ് അധികവും വരുന്നത്. ഇവിടെയൊക്കെ അറിഞ്ഞും അറിയാതെയും നടന്മാർ അവിടേക്ക് എത്തും. അറിഞ്ഞും അറിയാതെയും എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതിലേക്ക് വരുന്ന നടീനടന്മാർക്ക് വലിയ ഓഫറുകളും മറ്റും വിദേശ രാജ്യങ്ങളിലെ പരിപാടികളും ഇല്ലെങ്കിൽ അവിടെയുള്ള പ്രോഗ്രാമുകളിൽ ഇവരെ പങ്കെടുപ്പിക്കുന്നു. ഇല്ലെങ്കിൽ അവർക്ക് മലേഷ്യയോ സിംഗപ്പൂരോ അല്ലെങ്കിൽ അമേരിക്കയോ ഒക്കെ കറങ്ങി നടക്കാനുള്ള വിസയും കാര്യങ്ങളും നൽകുന്നു. അവർക്ക് വലിയ പാരിതോഷികം നൽകുന്നു, മാല നൽകുന്നു, മോതിരം നൽകുന്നു. അവര് മുഖേന ഇവരുടെ അജണ്ടകൾ ഒന്നൊന്നായി മലയാള സിനിമയിൽ നടപ്പാക്കുന്നു. ഒപ്പം തന്നെ അവര് ഈ കേരളത്തിലെ ഈ മയക്കുമരുന്നുകളുടെ ഒരു അംബാസഡർമാരായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, ഈ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞൊരു വലിയ സമരം നടന്നു. എന്തിനായിരുന്നു ആ സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമരം കൊണ്ടുവന്നത് സിനിമാക്കാർ തന്നെയായിരുന്നു. ആ സമരം നടക്കുന്നത് അവിടെ ഒരു ഇറാനിയൻ ബോട്ട് പിടിച്ചെടുക്കുന്നു, നമ്മുടെ ഇന്ത്യൻ നേവി പിടിച്ചെടുക്കുന്നു. ആ ഇറാനിയൻ ബോട്ടിൽ നിന്ന് ആയുധങ്ങളും ചാക്ക് കണക്കിനും മയക്കുമരുന്ന് പിടിക്കുന്നു. അതിനെ തുടർന്ന് അവിടെ വലിയ രീതിയിൽ പരിശോധന നടക്കുമ്പോൾ ആൾപ്പാർപ്പില്ലാത്ത ലക്ഷദ്വീപ് അറിയാമല്ലോ, ആൾപ്പാർപ്പുള്ള ദ്വീപുകൾ കുറവാണ്, ബാക്കിയൊക്കെ ആൾപ്പാർപ്പില്ലാത്ത ദ്വീപുകളാണ്. അത്തരം ദ്വീപുകളിൽ ഇത്തരം മയക്കുമരുന്നുകൾ സ്റ്റോക്കായി വെക്കുന്ന ഒരു രീതി. ആ ഇടയ്ക്ക് നമ്മുടെ മലയാളത്തിൽ നിന്നടക്കം ധാരാളം സിനിമാ പ്രവർത്തകരുടെ ചെറിയ സീൻ പോലും ഷൂട്ട് ചെയ്യാനായിട്ട് ലക്ഷദ്വീപ് തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇത് പിടിച്ചെടുത്തതിന് തൊട്ട് പിന്നാലെയാണ് പൊടുന്നനെ അവിടെ ഒരു ഗുജറാത്തുകാരനായ അഡ്മിനിസ്ട്രേറ്റർ എത്തുന്നു എന്ന് ആണ് ആദ്യം പറഞ്ഞു. ഗുജറാത്തുകാരന് ഈ രാജ്യത്ത് തൊട്ടുകൂടായ്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദാനി അംബാനി ഉൾപ്പെടെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയേണ്ടി വരും കേരളത്തിലുള്ളവർ. കാരണം റിലയൻസിന്റെ അതെ, അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ അദാനിയുടെയും അംബാനിയുടെ ഒക്കെ ഈ ജിയോ ഫോണൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കേണ്ടി വരും, സിം ഒക്കെ ഒടിച്ചു കളയേണ്ടി വരും ഗുജറാത്തിയോടെന്നെങ്കിൽ വെറുപ്പുണ്ടെങ്കിൽ. അവരുടെ ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉണ്ട്. ഇന്ത്യയിലെ തന്നെ വൻകിട ബിസിനസ്സുകാരും ഒക്കെ ഉള്ളതും ആ ഒരു വിഭാഗം വരുന്നത്. പിന്നീട് ആ പ്രതിഷേധം ഇവിടുത്തെ സിനിമാ താരങ്ങളാണ് ഏറ്റെടുത്തത്. നമുക്കറിയാം, തൃശ്ശൂർ അടക്കം വന്നിട്ട് നടീനടന്മാരങ്ങ് അഴിഞ്ഞാടിക്കൊണ്ടാണ് വലിയ പ്രസ്താവനയുടെ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നത്. ഒരു സൈക്കോ കണക്കായിരുന്നു അതിനകത്ത് ഒരു നടി പറഞ്ഞത്. ആ നടി പറഞ്ഞതിനകത്ത് എനിക്ക് ഇപ്പോഴും ചിരി വരുന്ന കാര്യം എന്താണ്, തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല, നമ്മളപ്പോ ഇന്ത്യ കൊടുക്കുമോ എന്ന്. ഇന്ത്യയുടെ കാര്യവും ഇതുമായിട്ട് എന്ത് ബന്ധം എന്നുള്ളതാണ്. അതായത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ അഴിഞ്ഞാടുന്നു. ഇല്ലെങ്കിൽ തങ്ങൾ സെലിബ്രിറ്റികളാണ്, തങ്ങൾക്ക് എന്തൊക്കെയോ പ്രത്യേകിച്ച് എന്തൊക്കെയോ ഉണ്ട്, ഞങ്ങൾക്കൊരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട് പോലീസിലും ഇല്ലെങ്കിൽ നിയമത്തിലും എന്നൊക്കെ. സുപ്രീം കോടതി ജഡ്ജിമാരെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് 3-4 സിനിമയും മുഖം കാണിച്ച് ഈ നടീനടന്മാരുടെ അവസ്ഥ എന്ന് അവരിരിക്കും ചിന്തിക്കണം. അതിന് ചിന്തിക്കാനായിട്ട് ബോധം ഉണ്ടെങ്കിലേ പത്രവും ചാനലും ഒക്കെ കാണത്തുള്ളൂ. ആ സാധനം ഇല്ല. ഇവരൊരു വേറൊരു ലോകത്തേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലോകത്തില് ഈ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാത്തൊരു വലിയ സമൂഹം ഈ രാജ്യത്തുണ്ട്. അവരിതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വെളിവും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ട്, കൃത്യമായി തന്നെ കാര്യങ്ങൾ അറിയാം. അവരിതെല്ലാം അരിച്ച് പെറുക്കി ഗുണിച്ച് നോക്കുന്നത് കൊണ്ടാണല്ലോ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ഫസ്റ്റ് ഷോ കഴിയുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലൊരു പ്രതിഷേധം ഉയർന്നത്. അവരാരും തെരുവിലിറങ്ങുക കല്ലെറിയോ ചെയ്തില്ല. പകരം അവരുടെ പ്രതിഷേധം ഇട്ടപ്പോൾ തന്നെ ആ സിനിമ, പിന്നെ ആ സിനിമയുടെ തള്ള്, ഈ ഇപ്പം എമ്പുരാൻ സിനിമയ്ക്ക് ധനുഷ് പറഞ്ഞത് 325 കോടി രൂപ കിട്ടിയെന്നാണ്. ആ ഒരു ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത്, ഈ തള്ളുകൾക്ക് പൊതുവെ പറയുന്ന പേര് ഇപ്പൊ എമ്പുരാൻ എന്നാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു പട്ടിയെ ഹൈദരാബാദിൽ നിന്ന് ഒരു പട്ടിയെ ഒരു 50 കോടി രൂപയുടെ പട്ടിയെ, ഒരു ബ്ലോഗറാണ് അദ്ദേഹം ഒരു ഈ ഡോഗിനെയൊക്കെ വിൽക്കുന്ന ഒരാളും കൂടെ ആണ്. അദ്ദേഹം പറഞ്ഞ 50 കോടി രൂപയുടെ പട്ടിയെ ഞാൻ വാങ്ങി, ഏതോ ഒരു കുറുനരിയും പട്ടിയും തമ്മിലുള്ള ബ്രീഡ് ചെയ്തെടുക്കുന്ന ഇനമാണെന്നൊക്കെയാണ് പറയുന്നത്, അമേരിക്കയിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറയുന്നു. ഏതായാലും അങ്ങനെയൊക്കെയുള്ള ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് 50 കോടിയുടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ED ചെക്കിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ അത് അങ്ങനെയല്ല. പിന്നെ ഇപ്പൊ അന്വേഷിച്ച് വന്നപ്പോ ഇത് നാടനും വേറെ ഏതോ ഒരു സാധനവുമായിട്ട് ബ്രീഡ് ചെയ്തൊരു സംഭവമാണ്. ഈ 50 കോടി എന്നുള്ളത് നേരെ താഴെ പോയി, എത്ര ആയിട്ടുണ്ടെന്ന് അറിയില്ല എന്തായാലും. അപ്പം അതുപോലെ ആയിരുന്നു ഇതിനു മുൻപ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ആ സിനിമ വന്നപ്പോൾ 100 കോടി 200 കോടിയൊക്കെ ദിവസം കൊണ്ടാണ് കയറുന്നത്. ഇത് ഈ പൈസ എന്ന് പറഞ്ഞാൽ ആരും കുലുക്കിയിടുന്നില്ലല്ലോ, ആൾക്കാർ പൈസ എടുത്ത് ടിക്കറ്റ് കൊടുത്താണ് ഈ കാണുന്നത്. കേരളത്തിലും ഫസ്റ്റ് ഷോ 720 തിയേറ്ററുകളിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് എമ്പുരാൻ. ഫസ്റ്റ് ദിവസം തന്നെ കളക്ട് ചെയ്യാൻ കഴിയുന്ന തുക തന്നെ 18 കോടി രൂപയേ ഉള്ളൂ.
അവിടെയാണ് ഫസ്റ്റ് ദിവസം സെക്കൻഡ് ദിവസം അങ്ങനെ 100 കോടിയായി. അതിനുശേഷം ലാലേട്ടൻ വക 85 കോടി ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നു. പിന്നീട് കേട്ടത് വിദേശ രാജ്യങ്ങളിൽ 145 കോടി രൂപ, അതായത് ഏതാണ്ട് 56%, ഒരു ഇന്ത്യൻ സിനിമ 56% വിദേശത്തു നിന്ന് നേടി എന്ന് പറയുമ്പോൾ ഈ പണ്ടൊക്കെ ഈ തള്ളി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലായിരുന്നു ഇതെന്താണ്. നമ്മൾ വിദേശ രാജ്യങ്ങളുമായിട്ട് വലിയ അറിവും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മൾ പോലും വിദേശ രാജ്യങ്ങളുടെ വാർത്തയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ഒരു സംഭവം അറിയാനായിട്ട് വലിയ പാടൊന്നും നമുക്കില്ല. അപ്പൊ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ഏറ്റവും കൂടുതൽ കളക്ഷൻ നമ്മുടെ ഇന്ത്യയിൽ നേടിയ ബാഹുബലി പോലും 25% കളക്ഷനാണ് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടിയത്. അതെന്താ വെച്ചാൽ അതിന് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ തെലുങ്കൻ എന്ന് പറയുന്ന അവരുടെ ആളുകൾ കൂടുതൽ ഉണ്ട്. ഇപ്പൊ ഈ മലയാളം പോയി കിടക്കുന്നിടത്തെല്ലാം അവർ എമ്പുരാൻ കാണത്തുള്ളൂ. അല്ലാതെ അവർക്കാർക്ക് ഇപ്പൊ മോഹൻലാലും പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ലല്ലോ മറ്റുള്ളവർക്ക്. തമിഴ് സിനിമകൾ ഓടാറുണ്ട് അത്തരത്തിൽ, പ്രത്യേകിച്ച് രജനീകാന്തിന്റെ പടം. അത് മലേഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെയാണ്. കാരണം അവിടത്തേക്ക് രണ്ടാമത്തെ വിഭാഗം തന്നെ തമിഴരാണ്. തമിഴ് വലിയ രീതിയിലുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. അവർ കൃത്യമായി തന്നെ സിനിമ കാണാൻ പോവുകയും ചെയ്യും. മലയാളി ഇപ്പം ലാലേട്ടന്റെ പടമാണെന്ന് പറഞ്ഞ് UK കിടക്കുന്ന അമേരിക്ക കിടക്കുന്ന മലയാളിയൊക്കെ ഉള്ള പണിയും കളഞ്ഞ് കിട്ടുന്ന പലിശയ്ക്ക് പൈസ എടുത്തുകൊണ്ടൊന്നും പോയി സിനിമ കാണുന്ന രീതി അവർക്കില്ല. പക്ഷെ തമിഴ്നാടിന്റെ ഒരു കൾച്ചർ അങ്ങനെയല്ല. അവരുടെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ പോയി ആ സിനിമ ആസ്വദിക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം നമ്മുടെ ആളെ എന്നുള്ളത് അങ്ങനെയൊന്നും മലയാളിക്കില്ല. അവിടെയാണ് 145 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞ് തള്ളുന്നത്. അതിനു മുമ്പ് ഒരു ഷാരൂഖ് ഖാന്റെ ഒരു സിനിമ പത്താൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ് ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പത്താൻ എന്ന് പറയുന്ന സിനിമ അതൊരു ഹിന്ദി സിനിമയാണ്. ഈ ഹിന്ദി സിനിമയ്ക്ക് യൂറോപ്യൻ കൺട്രീസിൽ വലിയ ഓഡിയൻസ് ഉണ്ട്. അവരുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഗുജറാത്തി ഉണ്ട്, പഞ്ചാബി ഉണ്ട്, മറ്റ് സ്റ്റേറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലുള്ള എല്ലാവരും അവരുടെ ഓഡിയൻസ് ആണ്. കാരണം ഹിന്ദി ആണല്ലോ ലാംഗ്വേജ്. ഈ മലയാളത്തിൽ തന്നെ പറയുന്ന ഇവന്മാരൊക്കെ അവിടെ പോയിട്ട് ഈ 145 രൂപ കിട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേനും അതിനകത്തൊക്കെ ഒരു തള്ളുന്നതിനൊക്കെ ഒരു പരിധി വേണമല്ലോ. പ്രത്യേകിച്ച് ഈ പൃഥ്വിരാജ് ഒരു തള്ളിന്റെ ആശയാണ്. പലപ്പോഴും അദ്ദേഹത്തിന് ഒരുപാട് ഒരു പൊങ്ങി ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഉള്ളതാണോ എന്ന് അറിയത്തില്ല. കാരണം അദ്ദേഹം പറയുന്നതിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണ ഇല്ലാഞ്ഞിട്ടും ആകാം. രണ്ട് കാര്യവും ഉണ്ട്. ഏതായാലും അങ്ങനത്തെ ഒരു കാര്യം പോകുന്നു. ഇവിടത്തേക്കാണ് ഏറ്റവും ഒടുവിലേക്ക് ഈ ഗ്രൂപ്പിലേക്ക്, അതായത് ഈ ഒരു ഗ്യാങ്, അതായത് ഈ രാജ്യത്തിനെ വിഘടിപ്പിക്കണം, ഇല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ താറടച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിലേക്ക് മലയാളത്തിന്റെ പ്രിയതാരൻ ലാലേട്ടനും കൂടെ അറിഞ്ഞോ അറിയാതെ എന്ന് ഇപ്പൊ പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല. കാരണം അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പെരുമാറ്റങ്ങൾ, ആദ്യം അദ്ദേഹം മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു എങ്കിൽ പോലും പിന്നീട് അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ഒന്നും കാണുന്ന ആ രീതിയിലല്ല നമ്മൾ. ഏതായാലും അതിനുശേഷം അതിന്റെ നിർമ്മാതാവും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഒരു സിനിമ, അതായത് ഈ പൃഥ്വിരാജ് നായകനായ ഒരു സിനിമ ഉണ്ടായിരുന്നു ഈ ഡെസേർട്ടിലൊക്കെ വെച്ച് എടുത്തൊരു ആടുജീവിതം. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം കേരളത്തിന്റെ മുക്കിനും മൂലയിലും പ്രൊമോ അനവധി നടന്നു. ഈ എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് ലോകത്തെ മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്തുകൊണ്ട്, അവരുടെ ഫ്ലോറുകൾ വിലക്കെടുത്തുകൊണ്ട് രാപകൽ പ്രൊമോഷൻ നടത്തിയ ഒരു സിനിമ. ആ സിനിമ ഇറങ്ങി ഹിറ്റായിട്ട് എന്തേ ഈ താരങ്ങൾ ഏതെങ്കിലും ഒരു വേദിയിൽ വന്ന് നിന്നിട്ട് ഇവരുടെ പ്രൊമോ നടത്താഞ്ഞത്, നന്ദി പറയാഞ്ഞത്? ഒന്നും കണ്ടില്ലല്ലോ. ഗോകുലം ഗോപാലൻ നന്ദി പറഞ്ഞു ED അടുത്ത് പോയിട്ട്. താങ്ക് യു ED. ഗോകുലഗോപാലൻ പറഞ്ഞല്ലോ എനിക്ക് എന്നെ വിഷ് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞു ഗോകുലം ഗോപാലൻ പറഞ്ഞു. പിന്നെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഈ കാണുന്ന ഇന്നലെ മറ്റേ CPM-ന്റെ ഒരു അവാർഡ് പരിപാടി വെച്ച് കണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ CPM-ന്റെ പരിപാടിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ പോലും എപ്പോഴും ഒരു CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരു ഛായയിലാണ്. പിന്നെ സമ്മാനം വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം സഖാക്കൾ തന്നെയാണ്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. സ്ഥിരം ഒരേ പാറ്റേണിലാണ് പോകുന്നത്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു കാര്യം പോകുന്നത്. അതിനിടയിലാണ് ഒരു വാർത്ത ഇപ്പൊ പുതിയതായിട്ട് വരുന്നത്. ശ്രീ മോഹൻലാൽ അദ്ദേഹം ഈ കമോൺ കേരള എന്ന് പറഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നു. അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പത്രമാധ്യമം, അതിപ്പോ മാധ്യമം അവർ നടത്തിയാലും നാളെ അവര് ജനം TV വിലക്കെടുത്ത് നടത്തിയാലും ജമാഅത്ത് ഇസ്ലാമി അല്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതൊരു മതമൗലികവാദ സംഘടന തന്നെയാണ്. ആ മതമൗലികവാദ സംഘടന ചാനലോ പത്രമോ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവരേതാണ്ട് നിഷ്പക്ഷരോ ഇല്ലെങ്കിൽ നിഷ്കളങ്കരോ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം ദേശാഭിമാനി ആയാലും ജന്മഭൂമി ആയാലും അപ്പം തന്നെ ഈ വീക്ഷണം, കോൺഗ്രസ്സുകാരുടെ വീക്ഷണം, ഇതൊക്കെ ചന്ദ്രിക ആയാലും ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതാണ്. അവർക്കൊരു പക്ഷമുണ്ട്. ആ പക്ഷത്തിന്റെ പേരാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടി. BJP എങ്കിൽ BJP, കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ്. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു മതമൗലികവാദ സംഘടനയുടെ നടത്തുന്ന പത്രം, കാരണം അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് അവർ ആ പത്രം ഉപയോഗിക്കുന്നത്. എല്ലാ സംഘടനകളും അവരുടെ പത്രം തുടങ്ങുന്നത് എന്തിനാണ്? നാട്ടുകാരെ സത്യം അറിയിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, അവരുടെ ആശയം പ്രചരിപ്പിക്കാനാണല്ലോ. അപ്പം അവിടെ ആ ഒരു ചടങ്ങിലേക്ക് ഈ ശ്രീ ഭരത് മോഹൻലാൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അദ്ദേഹത്തെ പോലുള്ള
വലിയ രീതിയിൽ ചിന്തിക്കുന്നു എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിലുള്ള ഇന്റർവ്യൂകളും മറ്റും നടത്തുന്ന ഒരാൾ, ഇല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ, ബ്ലോഗ് എഴുതുന്ന ഒരാൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുമോ? പ്രത്യേകിച്ച് അദ്ദേഹം വഹിക്കുന്ന ഒരു പദവി കൊണ്ടുണ്ട്. അദ്ദേഹം ഒരു നടനായിരുന്നു എങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹം വഹിക്കുന്ന പദവി ചെറിയ പദവിയല്ല. അത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു കേണലിന് കിട്ടേണ്ട എല്ലാവിധ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സാലറി അടക്കമുള്ളത് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഉള്ള കേണൽ പദവിക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം അതിന് പോവുകയാണെങ്കിൽ അത് ഊരി വെച്ചിട്ട് പോകുന്നതായിരിക്കും അഭികാമ്യം. ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴെങ്കിലും അത് ഊരേണ്ടി വരും. അങ്ങനെ ഒരു പരിപാടിക്ക് അദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ. കാരണം ഈ വാർത്തയ്ക്ക് ഇതുവരെ സ്ഥിരീകരണമില്ല. കാരണം ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ഇത് ആരെങ്കിലും വ്യാജ രീതിയിൽ ഇട്ട ഒരു പോസ്റ്റ് ആണോ എന്ന് അറിയില്ല. അത് വിശദമാക്കേണ്ടത് ഈ പറയുന്ന അങ്ങനെ ഒരു പത്ര കട്ടിംഗ് കറങ്ങി നടപ്പുണ്ട്. അങ്ങനെ പത്ര കട്ടിംഗ് കറങ്ങി നടപ്പുണ്ട്. ഇതിനൊരു സ്ഥിരീകരണമില്ല. ആ സ്ഥിരീകരണം തന്റെ രണ്ടു കൂട്ടരാണ്. ഒന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ പത്രമായ മാധ്യമമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ശ്രീ മോഹൻലാലാണ്. ഈ രണ്ടു കൂട്ടരും തരാത്തടത്തോളം കാലം ഇതുവരെ നമുക്ക് സ്ഥിരീകരണമില്ല. ഇനി ഈ പരിപാടി നടന്നു കഴിഞ്ഞിട്ട് നമുക്കത് അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയും. ഇവിടെ ഞാൻ ഇന്നലെ ഒരു ഹിന്ദു സംഘടനയുടെ ഒരു ചാനൽ കാണുകയുണ്ടായി. അപ്പൊ അതിനകത്ത് അവർ പറയുന്ന ചില കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു ഫൗണ്ടേഷൻ, വിശ്വശാന്തി ഫൗണ്ടേഷൻ, അവർ പറയുന്ന ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിന് അടുത്ത വർഷമാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ അവർ പറയുന്ന വിദഗ്ധമായി തന്നെ സംഘികളെയും ഇല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവരെയും ഒരേപോലെ ചാക്കിലാക്കുക, എന്നിട്ടൊടുവിൽ അജണ്ട പുറത്തിടുകയാണോ ഇദ്ദേഹം ചെയ്യുന്നത് എന്നിപ്പോൾ സംശയം ഉയരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത അവസാനിപ്പിക്കുന്നത്. അപ്പോഴാണ് ഞാനും ശരിക്കും ശ്രദ്ധിച്ചത്. കാരണം ഇദ്ദേഹത്തിന് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത് തന്നെ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളിലൊക്കെ ഇപ്പൊ സംശയം വന്നു. നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അദ്ദേഹം പോയില്ല. അപ്പൊ എല്ലാവരും കരുതി മതേതരനാണ് എന്ന്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു തീവ്ര മൗലികവാദ സംഘടനയോട് തന്നെയാണ്, ഈ രാജ്യത്തെ വിഘടിപ്പിക്കണം, തകർക്കണമെന്ന മൗദൂദി ആശയങ്ങൾ ഊന്നി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊന്നെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ കാശ്മീരിലടക്കം നിരോധിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളിടത്താണ് ഇദ്ദേഹം പോകുന്നു എങ്കിൽ അതിന് മാപ്പ് കൊടുക്കാൻ ഈ രാജ്യം തയ്യാറാകുമോ എന്നുള്ള കാര്യം വലിയ സംശയമാണ്. എമ്പുരാനിൽ പെട്ടു എങ്കിൽ അതൊരു ചെറിയ പ്രതിഷേധമാണെങ്കിൽ ഇനിയുള്ളത് ഒരു പ്രതിഷേധമായിരിക്കില്ല. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിന് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം അത് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു ന്യൂസ് ഫേക്ക് ആയിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം അദ്ദേഹം കുറച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നിൽക്കുന്ന ഒരാളാണ്. കാരണം ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂറെ പോലും വിദഗ്ധമായി തന്നെ ആ ചോദ്യങ്ങളിൽ നിന്ന് വഴുതി മാറിപ്പോകുന്ന ഒരു പ്രത്യേക സാമർഥ്യമുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ സിനിമാക്കാർ പൊതുവെ തള്ളിന്റെ ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായി തന്നെ അവരുടെ ഈ കണക്ഷൻസ് ഒക്കെ അവരുടെ ആൾക്കാരെ കയറ്റാൻ വേണ്ടി തങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് അറിയിക്കാൻ വേണ്ടി. പക്ഷെ നമ്മളിപ്പോ അറിയാൻ കഴിയുന്ന ഒരു വിവരം മുടക്കുമുതലിന്റെ പകുതി പോലും തിരിച്ചു കിട്ടിയില്ല എന്നുള്ളതാണ്. ഇവര് പറയുന്ന 226 കോടി എങ്ങാണ്ടാണ് ഇവർ പടം പിടിക്കാനായിട്ട് മുടക്കിയത്. ഇനി 226 കോടിയാണോ എന്നുള്ളതൊക്കെ പിന്നെ ഇഡിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റും കറക്റ്റ് കണക്ക്. ഈ മഞ്ഞുമൽ ബോയ്സിന്റെ കഥ പറഞ്ഞ കണക്കാണ്. 100 കോടി 200 കോടി കളക്ട് ചെയ്തതിന് അവസാനം കിട്ടിയത് 50, അതിന് താഴെ എങ്ങാണ്ടാണ് അവർ ആകെ കളക്ട് ചെയ്തത്. ഇപ്പോഴും റെക്കോർഡിങ്ങിലൊക്കെ 200 കോടി എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. ഇനിയിപ്പോ ചോദിച്ചാൽ അറിയാൻ പറ്റും ഇവന്മാർ എത്ര രൂപ മുടക്കിയിട്ടുണ്ട്. പക്ഷെ 226 കോടി രൂപ മുടക്കിയെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത്രയൊന്നും ഇവർ കളക്ട് ചെയ്തിട്ടില്ല. ഇനി നിർമ്മാതാവിന്റെ പോക്കറ്റിലേക്ക് വരുന്ന പൈസയാണല്ലോ ഇതിന്റെ ലാഭം എന്ന് പറയുന്നത്. മുടക്കുമുതലെങ്കിലും തിരിച്ചു കിട്ടണ്ടേ? 10 രൂപ മുടക്കി കഴിഞ്ഞാൽ 10 രൂപ എന്ന് പറയുന്നതിന്റെ മുടക്കുമുതലാണ്. 11 രൂപ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ലാഭമുള്ളൂ. 10 രൂപ കിട്ടിയിട്ട് എനിക്ക് ലാഭമല്ല. പക്ഷെ ഇപ്പൊ അറിയാൻ കഴിയുന്നത് ഈ 10 രൂപ പോലും കിട്ടിയിട്ടില്ലെന്ന് അറിയുന്നത്. പിന്നല്ലേ ലാഭം? മുടക്കുമുതൽ കിട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെ ലാഭം വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സംഘികള് എമ്പുരാൻ ടീമിനെ സഹായിക്കുകയാണ് ചെയ്തത്. ആ ഒരു വിവാദം ഉണ്ടായില്ലായിരുന്നെങ്കിൽ യാതൊരു നിലവാരവും ഇല്ലാത്ത ഒരു കൂതറ ഫിലിം പോലെയാണ് അതിന്റെ എല്ലാം. അതിനകത്ത് എന്താണ് അതിനകത്ത് അഡീഷണൽ ആയിട്ട്? കാരണം നമ്മുടെ ഇപ്പം ഞാനിപ്പോ അറിയാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ നമ്മുടെ യൂത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമകള് കൊറിയൻ സിനിമകളാണ്. കാരണം അതിന്റെ ഒരു വിഷ്വൽ എഫക്ട്സുകളും അതിന്റെ ഒരു നല്ല പ്രണയ സിനിമകൾ കൊറിയയിലുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അതിന്റെ ഭാഷ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പൊ യൂത്ത് പറയുന്നത് ഇവിടെ ആര് കാണുന്നു മലയാള സിനിമകൾ, കൊറിയൻ സിനിമകൾ കാണൂ എന്നാണ് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന പുതുതലമുറയുടെ മുമ്പിലേക്ക് 2 തോക്കും 2 ഹെലികോപ്റ്ററും കാണിച്ചു കഴിഞ്ഞിട്ട് അവരത് ഇംപ്രസീവ് ആകും തന്നെ ഇതുപോലെയുള്ള. അപ്പം അവിടെ കൈയ്യടി നേടാനല്ല. അപ്പൊ ഇതിപ്പോ അവർക്കൊക്കെ വേണ്ട ഒരു കാര്യം
അവരെല്ലാവരും നന്നായി സിനിമ ഉം. ഫീൽഡിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഈ സിനിമ വെച്ച് അവർക്ക് അവരുടെ അജണ്ട നടപ്പാക്കണം, ഇല്ലെങ്കിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നവർക്ക് ഈ അജണ്ട നടപ്പാക്കണം. അതായത് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇനി മറ്റു സംസ്ഥാനങ്ങളിൽ ഈ പരിപാടി നടക്കത്തില്ല. കാരണം ബോളിവുഡൊക്കെ പൊളിഞ്ഞടുങ്ങി 8 നില പൊട്ടിപ്പോയി. ഇനി ബോളിവുഡിനൊന്നും വലിയ പ്രസക്തിയില്ല. ഇപ്പൊ ബോളിവുഡിന്റെ ഉം. സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് ഈ പറയുന്ന ടോളിവുഡ് ആണ്. തെലുങ്ക് സിനിമകളാണ് ഏറ്റവും കൂടുതൽ അത് ശരിയാ ഏറ്റെടുത്ത് ശരിയാ. മുമ്പോട്ട് പോകുന്നത്. അവരൊരു വലിയ ഒരു പാൻ ഇന്ത്യൻ സിനിമകളിലേക്ക് പോകുന്നു. അവിടെ ഈ പിന്നെയും ഒരു 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 കുത്തിത്തിരിപ്പിന് സ്കോപ്പ് ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. അതിപ്പോൾ സിനിമാ മേഖലയിൽ കൂടി നടപ്പാക്കിയെടുക്കാൻ ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊരു അപകടകരമായ ശ്രമമാണ്. സിനിമാ താരങ്ങൾ തന്നെ പലതിന്റെയും അംബാസഡറായി വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഈ ഷൈൻ ടോൺ ഉം. ചാക്കോയൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുമോ എന്നൊക്കെ ചിലർ ആശ്ചര്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുന്ന സാമാന്യ ബോധമുള്ളവർക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഒന്നുകിൽ ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലിക്കറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അയാൾക്ക് വട്ടാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു അല്ല, സാമാന്യ ഇത് ഒരു സമ്മതിച്ചിട്ടുണ്ട്. മര്യാദക്ക് കഞ്ചാവും മെത്താഫിറ്റമിനാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പുള്ളി സമ്മതിച്ചിട്ടുണ്ട്. സമ്മതിച്ചില്ലെങ്കിൽ പോലും കാണാം. അപ്പൊ ആൾക്കാർ അതിശയിക്കുന്നു, അങ്ങനൊക്കെ പറയാമോ ഒരു നടനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാമാന്യ ബോധത്തിൽ ഒരു പൊതുവേദിയിൽ വന്നിരിക്കുന്ന ഒരാളുടെ പെരുമാറ്റമാണോ ഈ താരങ്ങളുടെ കയ്യിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്? അവർക്ക് വല്ലാത്തൊരു ദേഷ്യം, അവരുടെ മുഖത്തിന്റെ ഭാവം തന്നെ അങ്ങ് മാറുന്നു. അവർ വല്ലാത്തൊരു ലോകത്താണ്, അവർക്കൊരു വലിയ ഇറിറ്റേഷൻ ആണ് ഈ ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ തന്നെ. ഇതൊക്കെ എന്തിന്റെ അസ്വസ്ഥതയാണ്? ഇതൊന്നും അവർ യൂസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ കരുതേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഉം. രാഷ്ട്രീയക്കാരില്ലേ, രാഷ്ട്രീയ നേതാക്കന്മാർ, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ജനലക്ഷങ്ങളുടെ കൂടെ അല്ലേ? അതും അവരെ ചീത്ത വിളിക്കുന്നവരുടെ നടുവിലാണ് അവരെപ്പോഴും നിൽക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം അവരാരും ഇതേപോലത്തെ ശരീരഭാഷയിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല. ജനം ചീത്ത വിളിക്കുമ്പോഴും അവര് വളരെ ചിരിച്ചുകൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഇന്ത്യയിലടക്കം. എല്ലാം അവിടെയാണ് ഒരു സിനിമാ താരം, അവിടെ ചീത്തവിളിയില്ലല്ലോ, ആരാധന മാത്രമല്ലേ ഉള്ളൂ. അവിടെ ആരാധകരോട് മാത്രം പുച്ഛത്തിൽ ഇത് ചെയ്യുക, അവരെ ഇറിറ്റേറ്റ് ചെയ്യുക, അവരെ പിടിച്ച് തള്ളുക, അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്ത രീതിയിൽ മാനസികാവസ്ഥയിലേക്ക് പോകുന്നു. അത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഒറ്റ കാര്യമേ ഉള്ളൂ അതിൽ, ഇവര് നോർമൽ അല്ല. ഈ നോർമൽ അല്ലാത്തവരുടെ ഭാവനയിലാണ് രാജ്യവിരുദ്ധത ഇപ്പൊ കുത്തിക്കയറ്റിക്കൊണ്ട് അത്തരം ചിത്രങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇതിന് ഇടുക എന്നുള്ളത് നമ്മുടെ ഈ രാജ്യത്തിലെ ഓരോ പൗരന്റെയും കടമയാണ്. അത് ചെയ്യാൻ പുതുതലമുറ തയ്യാറാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എമ്പുരാനെതിരെ വന്ന പ്രതിഷേധം. അതിനി നാൾക്കുനാൾ ശക്തി പ്രാപിക്കുക തന്നെ ചെയ്യും. ഇത്തരം അജണ്ടകൾ വെച്ചുകൊണ്ട് ഇവർക്ക് ഇനി അധിക നാൾ മുൻപോട്ട് പോകാൻ കഴിയില്ല. ഒരുപക്ഷെ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാം എന്നൊരു ധൈര്യമാണ് ഇവർക്ക്. പക്ഷെ അധികം വൈകില്ല, അതിനുള്ള നിയമങ്ങൾ കേന്ദ്രം തയ്യാറാക്കിക്കൊണ്ട് വരും OTT നിയന്ത്രിക്കാനുള്ള. അതുകൂടെ വന്നു കഴിയുമ്പോൾ OTT കാണില്ല, പിന്നെ വേറെ എവിടെങ്കിലും ഒക്കെ ഇതിട്ട് സ്വയം ഇരുന്ന് കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. താങ്ക് യു ബിജു ചേട്ടാ. താങ്ക് യു സോ മച്ച്.